ഹിറ്റ് സിനിമകളുടെ കൂട്ടുകെട്ട് മമ്മൂട്ടിയും രഞ്ജിത്തും ഒന്നിക്കുന്ന പുതിയ സിനിമ പുത്തൻപണത്തിന്റെ പുതിയ ട്രെയിലർ എത്തി. ആരാധകർക്ക് ഏറെ പ്രതീക്ഷയുള്ള സിനിമയാണ് പുത്തൻപണം. കാരണം മമ്മൂട്ടിയുടെ ദ ഗ്രേറ്റ് ഫാദർ വമ്പൻ ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഹിറ്റിനെ ബ്ലോക്ക് ചെയ്യാൻ പുത്തൻപണം റിലീസ് ചെയ്യരുതെന്ന് ചില ആരാധകർ പറയുന്നുണ്ടെങ്കിലും ഏപ്രിൽ അവസാനത്തോടെ പുത്തൻപണം റിലീസിനൊരുങ്ങുകയാണ്. രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവരുടെ നിർമ്മാണ സംരംഭമായ 3 കളേഴ്സ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. മമ്മൂട്ടിയുടെ ഗെറ്റപ്പ് തന്നെയാണ് ചിത്രത്തിലെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ കാസർഗോഡൻ സ്ലാങ്ങും. കടൽ കടന്നൊരു മാത്തുക്കുട്ടിക്ക് ശേഷം മമ്മൂട്ടി നായകനായി രഞ്ജിത്ത് ഒരുക്കുന്ന ചിത്രമാണിത്. കള്ളപ്പടത്തിനും കള്ളനോട്ടിനും തടയിടാനായി കേന്ദ്ര സർക്കാർ 1000-500 നോട്ടുകൾ പിൻവലിച്ച സാഹചര്യത്തിലാണ് പുത്തൻപണം എന്ന പേരിൽ ചിത്രം ഒരുങ്ങുന്നത് എന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ നോട്ട് പിൻവലിക്കുന്നതിന് മുൻപ് പ്ലാൻ ചെയ്ത ചിത്രമായിരുന്നു പുത്തൻപണം. പിന്നീടാണ് നോട്ട് പിൻവലിക്കുന്നതിനെ കുറിച്ച് ചിത്രം പ്രതിപാദിപ്പിക്കുന്നതിലൂടെ കഥ കടന്നു പോകുന്നത്. ഇങ്ങനെയാണ് കേട്ടുകേഴ്വി. റിയൽ എസ്റ്റേറ്റ് രംഗത്തെയും കള്ളനോട്ടുകളുടെയും എല്ലാം കഥ പറഞ്ഞ ഇന്ത്യൻ റുപ്പി ഇറങ്ങി 5 വർഷത്തിനു ശേഷമാണ് സമാനമായ പശ്ചാത്തലമുള്ള മറ്റൊരു സിനിമ രഞ്ജിത്ത് ഒരുക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് കാസർഗോഡൻ സ്ലാങ് മമ്മൂട്ടി കൈകാര്യം ചെയ്യുന്നു എന്നതാണ്. മിക്കവാറും എല്ലാ കഥാപാത്രങ്ങളും ഇതേ ഭാഷ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. കീഞ്ഞു പാഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ച് തെക്കോട്ടുള്ളവർ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല. എന്നാലും ഇതിനു മുമ്പ് പല ഭാഷകളും കൈകാര്യം ചെയ്തതിനാൽ ഇതും ഒരു വ്യത്യസ്തത തന്നെയായിരിക്കും. പടം ഹിറ്റാവാൻ ഇതും ഒരു കാരണമാകും. രഞ്ജിത്തിന്റെ ഒരു മാസ് സിനിമ തന്നെയായിരിക്കും ഈ മമ്മൂട്ടിയുടെ പുത്തൻപണം.